ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് തക്കാളിയും തേങ്ങയും ഒന്നും അരയ്ക്കാത്ത ഒരു സവാള ചട്നി റെസിപ്പിയാണ്. ഇഡലിക്കും ദോശയ്ക്കും മസാല ദോശ ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒനിയൻ ചട്നി റെസിപ്പിയാണ്. എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കടയിലെ വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണേലും ഒഴിക്കാവുന്നതാണ്. ഒരു 2 സ്പൂൺ കടലപ്പരിപ്പ്, വടപ്പരിപ്പുണ്ടല്ലോ, അത് ചേർക്കുക. അതേ അളവ് ഇല്ലെങ്കിൽ 1.5 സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർക്കുക. ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ട് ഒരു 10-15 സെക്കൻഡ് നേരത്തെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് ഇപ്പം മൂപ്പിക്കണ്ട. ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഒരല്പം ഉലുവയാണ് ചേർക്കുന്നത്. ഒരുപാട് കൂടി പോരുത്. ഇനി ഒരല്പം ജീരകം ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കുമെന്ന് പേടിക്കുകയേ വേണ്ട, ഒട്ടും നിൽക്കത്തില്ല. ഇനി ഒരു 1.5 സ്പൂണോളം മല്ലിയാണ് ചേർക്കേണ്ടത്. മല്ലിയുടെ അളവ് കൂടിപ്പോകരുത്. മല്ലി കൂടിപ്പോയി കഴിഞ്ഞാൽ മല്ലിയുടെ ടേസ്റ്റ് ഇങ്ങനെ മുന്നേ നിൽക്കും. ഇതൊരു 2 വലിയ സവാളയുടെ അളവാണ്. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുന്ന അളവ് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഒരു 10-12 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 വലിയ സവാള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതുകൂടെ ചേർക്കുക. പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. സവാള ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്തത് കാരണം പെട്ടെന്ന് വഴന്നു കിട്ടും. അതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റുക. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിടണം, അല്ലെങ്കിൽ ആ പരിപ്പൊക്കെ പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും. സവാള ഒന്ന് വാടിയിട്ടുണ്ട്, നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് വഴറ്റണ്ട. പരിപ്പൊക്കെ ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ എരിവിനായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ എരിവുള്ളതുമാണ് ചേർക്കുന്നത്. സ്പൂൺ ഫുള്ളായിട്ട് ഹുമിച്ചെടുത്തിട്ടില്ല, നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് ചേർക്കുക. വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം. തീയെ നന്നായിട്ട് കുറച്ച് തന്നെ ഇടുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതെല്ലാം ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം പുളി, ഒരു 1/4 കപ്പ് വെള്ളത്തിനകത്ത് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതും ചേർക്കുക. ഇനി ആ പുളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. നന്നായിട്ട് ഇളക്കി ആ വെള്ളം ഒരല്പം ഒന്ന് വറ്റട്ടെ. കൂടെ തന്നെ ആ മുളക് പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ലവണ്ണം വഴന്ന് കിട്ടും. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിരത്തിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അല്പം ഒന്ന് ചൂട് ആറട്ടെ. ഇനി ഇത് ഒരൈറ്റം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ലവണ്ണം ആറിയിട്ടില്ല, ഒരല്പം ചൂടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർക്കേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ്. ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അല്പം പഞ്ചസാരയായാലും ചേർക്കുക. അരയാൻ ആവശ്യമുള്ള 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ മധുരം ചേർക്കുന്നത് കാരണം ടേസ്റ്റ് നല്ലവണ്ണം ബാലൻസ് ആകും. നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മല്ലി നല്ലവണ്ണം അരയണം. ഇതൊരല്പം കട്ടി ചട്നിയാണ്. ഈ ഒരളവിന് അരച്ചെടുക്കുക. അതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കുക. നൈസായിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുരട്ടി ഇങ്ങനെ മടക്കി എടുക്കാനായിട്ടുള്ള കറക്റ്റുള്ള ഒരളവാണിത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മല്ലിയുടെ അളവ് മാത്രം കൂടിപ്പോരുത്. മല്ലിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കും. കടുക് താളിച്ചില്ലെങ്കിലും ഈ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ദോശയ്ക്കും ഇഡലിക്കും മസാല ദോശയും ഉഴുന്നുവട അപ്പം എല്ലാത്തിനും പറ്റിയ നല്ലൊരു ചട്നിയാണ്. താളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ സാധാ ഏതെങ്കിലും ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. അല്പം കടുകും ഉഴുന്നുപരിപ്പും വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് കടുക് താളിക്കുക. ചെറുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചട്നിയിലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒട്ടും മുന്നേ നിൽക്കത്തില്ല. നമ്മൾ അറിയത്തേയില്ല ജീരകം ചേർത്തായിട്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.